വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് പോയറ്റും എസ്സേയിസ്റ്റുമായിട്ടുള്ള ചാൾസ് ലാംബിന്റെ ഡ്രീം ചിൽഡ്രൻ എ റെവറി എന്ന എസ്സേ ആണ്. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ. ചാൾസ് ലാംബിന്റെ ഡ്രീം ചിൽഡ്രൻ എ റെവറി എന്ന എസ്സേ സ്നേഹത്തിന്റെയും നഷ്ടത്തിന്റെയും ഓർമ്മകളുടെയും കൂടിച്ചേരലാണ്. പേഴ്സണൽ ടോണിലാണ് ഈ എസ്സേ രചിച്ചിരിക്കുന്നത്. എസ്സേയിൽ ഉടനീളം റിയാലിറ്റിയും ഇമാജിനേഷനും തമ്മിലുള്ള ബ്ലെൻഡിംഗ് കാണാൻ സാധിക്കും. അതുപോലെ രണ്ട് ഇമാജിനറി ചിൽഡ്രനെയും നമുക്ക് ഈ എസ്സേയിൽ കാണാൻ സാധിക്കും. അവരുമൊത്തുള്ള സംഭാഷണത്തിലൂടെ തന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും തുറന്നു കാട്ടുകയാണ് ചാൾസ് ലാംബ്. ഈ എസ്സേയിലൂടെ ഒരു സാങ്കല്പിക ലോകം സൃഷ്ടിക്കുകയാണ് ചാൾസ്. അവിടെ തന്റെ സാങ്കല്പിക മക്കളായ ജോണും ആലീസുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. തന്റെ പാസ്റ്റിലോട്ട് തിരിഞ്ഞു നോക്കുകയാണ് അദ്ദേഹം. അവിടെ സന്തോഷ നിമിഷങ്ങളും ദുഃഖം നിറഞ്ഞ അനുഭവങ്ങളും അദ്ദേഹത്തിനുണ്ട്. കുട്ടികൾ ചാൾസിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയും ക്യൂരിയോസിറ്റി പ്രകടമാക്കുകയും ചെയ്തു. ഈ എസ്സേ വായിക്കുന്ന സമയത്ത് ഇതിലെ സംഭാഷണങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾ റിയൽ ആണെന്ന് നമുക്ക് തോന്നിയേക്കാം. ആദ്യം ചാൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മുത്തശ്ശിയായ മിസിസ് ഫീൽഡിനെയാണ്. ഒരു വലിയ മാൻഷനിലായിരുന്നു താമസം. അതിനോടൊപ്പം അവിടുത്തെ കെയർ ടേക്കറുമായിരുന്നു. മിസിസ് ഫീൽഡ് നോബിളും ഡിവോട്ടിയും സ്ട്രോങ്ങുമാണെന്നാണ് ചാൾസ് പറയുന്നത്. കുട്ടികൾ ക്യൂരിയോസിറ്റിയോടെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് ആലീസ് അവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിഞ്ഞു. മാൻഷന്റെ ഉടമ അവിടെ നിന്ന് മാറിയതിനു ശേഷം മിസിസ് ഫീൽഡ് മാൻഷനെ എത്രമാത്രം സൂക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു എന്ന് ചാൾസ് വ്യക്തമാക്കുകയാണ്. അതുപോലെ മുത്തശ്ശിയുടെ വിയോഗം എത്രമാത്രം ദുഃഖം നൽകിയെന്നും ചാൾസ് വിശദീകരിക്കുന്നു. പിന്നീട് കഥ ചാൾസിന്റെ ചൈൽഡ്ഹുഡിലോട്ട് മാറുന്നു. സഹോദരൻ ജോണുമായി ആപ്പിൾസ് പറിച്ചതും പൂന്തോട്ടത്തിൽ ആടി ഉല്ലസിച്ചതും അദ്ദേഹം ഓർക്കുന്നു. അവന്റെ സാന്നിധ്യമാണ് കുട്ടിക്കാലം മനോഹരമാക്കിയതെന്ന് ചാൾസ് കൂട്ടിച്ചേർക്കുന്നു. സന്തോഷം നിറഞ്ഞ ഓർമ്മകൾക്കു പിറകെ സഹോദരന്റെ മരണം തനിക്കുണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നു. ജോണിന്റെ അകാല മരണം ചാൾസിന്റെ ജീവിതത്തിലേക്ക് ദുഃഖത്തിന്റെ ലെയേഴ്സ് ചേർത്ത് വെച്ചതുപോലെയായിരുന്നു. അതിനുശേഷം തന്റെ കാമുകി ആലീസിനെ കുറിച്ചിട്ട് ഓർത്തെടുക്കുകയാണ് ചാൾസ്. ഇമാജിനറി ഡോട്ടർക്ക് ആലീസ് എന്ന് പേര് നൽകാനും പ്രചോദനമായത് ഈ കാമുകിയാണ്. ചാൾസ് അവളെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായിരുന്നില്ല. അവർ എന്നേക്കുമായി പിരിയുകയാണ്. ഈ വേർപാടുണ്ടാക്കിയ ഇമോഷണൽ ബ്രേക്ക് ഡൗൺസും അദ്ദേഹം വിവരിക്കുന്നു. അങ്ങനെ എസ്സേ അവസാനത്തോടടുക്കുമ്പോൾ നരേഷനിടയിൽ റിയാലിറ്റി അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയാണ്. ജോണും ആലീസും റിയൽ അല്ലെന്നും ഡ്രീം ചിൽഡ്രൻ ആണെന്നും വെളിപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ ചാൾസ് അൺമാരീഡും ചൈൽഡ്ലെസ്സുമാണ്. ഈ സംഭാഷണം റവറി അഥവാ ഭാവന മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഇതിലെ മെയിൻ തീംസ് എന്താ നോക്കാം. ഫസ്റ്റ് വൺ ആണ് നൊസ്റ്റാൾജിയ ആൻഡ് മെമ്മറി, സെക്കൻഡ് ലവ് ആൻഡ് ലോസ്, തേർഡ് വൺ ഇമാജിനേഷൻ ആൻഡ് റിയാലിറ്റി, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് മോർട്ടാലിറ്റി ആൻഡ് അക്സെപ്റ്റൻസ്. സോ ഇൻ നട്ട്ഷൽ നമുക്ക് എന്ത് പറയാം? മനസ്സിനെ സ്പർശിക്കുന്നതും ചാൾസിന്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ എടുത്തു കാട്ടുന്ന ഒന്നാണ് ഡ്രീം ചിൽഡ്രൻ എ റെവറി എന്ന എസ്സേ. അതുപോലെ ഡ്രീം ലൈക്ക് നരേറ്റീവിലൂടെ സ്വന്തം ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളുമാണ് നമുക്ക് മുമ്പിൽ ചാൾസ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു ക്ലാസിക് പീസ് ആയിട്ട് നമുക്ക് ഡ്രീം ചിൽഡ്രൻ എ റെവറി എന്ന എസ്സേയെ കണക്കാക്കാവുന്നതാണ്. സോ ഇതാണ് എസ്സേയുടെ സമ്മറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എസ്സേയെ കുറിച്ചിട്ട് ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ നൗ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേയ്സ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.